അത് പറയാതിരിക്കാൻ കഴിയില്ല. ആ നാടിനെ എക്കണോമിക്കലി ലിബറലാക്കി എന്ന് മാത്രമല്ല, അതേസമയം അതിൻ്റെ സോഷ്യലിസ്റ്റ് സ്വഭാവങ്ങളെ പൂർണ്ണമായി കൈവിട്ടു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമല്ല. ഇദ്ദേഹം ബഹുമാനപ്പെട്ട മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് വിവരാവകാശ നിയമം രാജ്യത്ത് നടപ്പിലാക്കിയത്, വിദ്യാഭ്യാസം ഒരു അവകാശമാക്കി മാറ്റിയത്, ഭക്ഷണം ഒരു അവകാശമാക്കി മാറ്റിയത്, തൊഴിൽ ഒരു അവകാശമാക്കി മാറ്റിയത്. അപ്പം അങ്ങനെ അനേകായിരം കോടിക്കണക്കിന് ജനതയെ ദാരിദ്ര്യരേഖയുടെ മേലെ കൊണ്ടുവന്നൊരു പ്രധാനമന്ത്രിയാണ്. അൺപാരലൽ വിസ്ഡം, അതുപോലെ തന്നെ ഒരു ഇന്റഗ്രിറ്റി. നിങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കോ എഴുത്തോ നിങ്ങൾ നോക്കുക, എവിടെയെങ്കിലും അൺപാർലമെന്ററി ആയിട്ടുള്ള ഒരു വാക്കില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോഴും പരാജയപ്പെടുമ്പോഴും, അല്ലെങ്കിൽ വലിയ ജയം ഉണ്ടാകുമ്പോഴും ഭരണത്തിന്റെ തുടർച്ച ഉണ്ടാകുമ്പോഴും, അതല്ലെങ്കിൽ വലിയ പരാജയം സംഭവിക്കുമ്പോഴും ഒന്നും ഈ നാട്ടിലെ ജനതയെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കീറി മുറിക്കുന്ന ഒരു വാക്കോ പ്രസ്താവനയോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. പിന്നെ നോട്ട് നിരോധനം പോലത്തെ ഒരു ഇൻസിഡന്റ് ഒക്കെ വരുമ്പോൾ അദ്ദേഹം എടുത്ത 2 വരി എത്രത്തോളം ആഴമേറിയതായിരുന്നു എന്നുള്ളത് പിന്നീട് എല്ലാം തെളിഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഹിസ്റ്ററി വിൽ ബി കൈൻഡർ ടു മീ ദാൻ ദ കണ്ടംപററി മീഡിയ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇന്നിപ്പോൾ എല്ലാവരും അത് അംഗീകരിക്കുന്നു. ഹിസ്റ്ററി ഈസ് നോട്ട് ജസ്റ്റ് കൈൻഡർ ടു ഹിം, ഹിസ്റ്ററി ജഡ്ജസ് ഹിം ആസ് ദ ഗ്രേറ്റസ്റ്റ് സൺ ഓഫ് ദിസ് കൺട്രി. ഈ നാടിന്റെ ഏറ്റവും അഭിമാനപുത്രനായിട്ടാണ് അദ്ദേഹത്തെ ഇന്ന് ചരിത്രവും. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൗതികദേഹം ഇപ്പോൾ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിനായി എത്തിച്ചിരിക്കുന്നു. നിരവധി പേർ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ നേരുന്നതാണ് ദൃശ്യങ്ങളിൽ നമുക്ക് തത്സമയം കാണാനാവുന്നത്. സൈനികരാണ് ഇതിന്റെ മുഴുവനുള്ള നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. വസതിയിൽ നിന്നും ഭൗതികദേഹം സൈനിക വാഹനത്തിലാണ് AICC ആസ്ഥാനത്തേക്ക് എത്തിച്ചതും. സാമ്പത്തിക ശാസ്ത്രത്തിൽ ലോകമറിയുന്ന പ്രമുഖരിൽ ഒരാളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. സാമ്പത്തിക ശാസ്ത്രം ഇഷ്ടമേഖലയാക്കിയ മൻമോഹൻ സിംഗിനെ മുൻ പ്രധാനമന്ത്രി VP നരസിംഹറാവുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി രാഷ്ട്രീയത്തിലേക്ക് എത്തുകയായിരുന്നു. 2004 മെയ് 22-നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ അദ്ദേഹം ആദ്യം എത്തുന്നത്. സിഖ് മതസ്ഥരിൽ നിന്നും പ്രധാനമന്ത്രിയാവുന്ന ആദ്യയാൾ എന്ന ബഹുമതിയും അദ്ദേഹത്തിനാണ്. വിവിധ മേഖലകളിൽ സ്വന്തം കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് കടന്നുപോയിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമായ ഒട്ടേറെ പദ്ധതികൾ പൊതുജനങ്ങൾക്കായി ആവിഷ്കരിച്ചു. സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയയാൾ, ആവിഷ്കരിച്ചയാൾ എന്ന രീതിയിലും വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ ഭൗതികദേഹമാണ് AICC ആസ്ഥാനത്ത് ഇപ്പോൾ പൊതുദർശനത്തിനായി എത്തിച്ചിരിക്കുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, നിരവധി പ്രമുഖർ പുഷ്പചക്രം അർപ്പിച്ച് ആദരാഞ്ജലികൾ നേരുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവുന്നത്. പുറത്തും ഒരുപാട് പേരുടെ നീണ്ട നിര തന്നെ ഉണ്ടാവുമെന്ന് കരുതുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനൂപ് ദാസ് തുടരുന്നുണ്ട് അവിടെ നിന്നും. അനൂപ് ദാസ്, പറയൂ, ഏറ്റവും പുതിയ വിവരങ്ങൾ. പുറത്തും ഒരുപാട് പേർ അന്ത്യോപചാരം അർപ്പിക്കാനായി കാത്തു നിൽക്കുന്നുണ്ടാവും അല്ലേ? അതെ, ഒരുപാട് പേർ ഈ AICC ആസ്ഥാനത്തിന്റെ മുറ്റത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ തന്നെ നമ്മൾ ഇപ്പോൾ 100 കണക്കിന് പേർ വരി നിൽക്കുന്നത്, അതായത് MP-മാർ, MLA-മാർ, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ വരി നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനു പുറമെ AICC ആസ്ഥാനത്തിന് മുന്നിൽ നിരവധി ആളുകൾ അവസാനമായി മൻമോഹൻ സിംഗിനെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ നമുക്ക് കാണാം. ചാണ്ടി ഉമ്മനെ കാണാം, ഷാഫി പറമ്പിൽ നമ്മോട് സംസാരിച്ചു, മറ്റു നിരവധി നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മൻമോഹൻ സിംഗിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളൊക്കെ തന്നെ പറയുന്ന ഏറെ പ്രധാനപ്പെട്ട കാര്യം, ദാരിദ്ര്യത്തിൽ നിന്ന് രാജ്യത്തെ ജനങ്ങളെ കൈപിടിച്ചുയർത്തിയ നേതാവാണ് അദ്ദേഹം എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനമായി പറയുന്നത് ഒന്ന് തൊഴിലുറപ്പ് പദ്ധതിയാണ്, ഭക്ഷ്യസുരക്ഷാ നിയമമാണ്, അതിനപ്പുറത്തേക്ക് വിവരാവകാശ നിയമം. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിലുള്ളതാണ്. അപ്പോൾ അത്ര മികച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അർഹിക്കുന്ന ഒരു യാത്രയയപ്പ് വേണ്ടതുണ്ട്, അത് നൽകേണ്ടതുണ്ട്. ആ അർഹിക്കുന്ന യാത്രയയപ്പാണ് ഇപ്പോൾ ജനങ്ങളും കോൺഗ്രസ് നേതാക്കളും രാജ്യവും ചേർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ആളുകൾ പല വഴിയിലൂടെ AICC ആസ്ഥാനത്തേക്ക് എത്തുന്നതിന്റെ കാഴ്ചയുണ്ട്. സിഖ് നേതാക്കൾ എത്തിയിട്ടുണ്ട്, പഞ്ചാബിൽ നിന്നുള്ള കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്, രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്. അങ്ങനെ നൂറുകണക്കിന് പേർ, ആയിരക്കണക്കിന് പേർ AICC ആസ്ഥാനത്തെത്തി മൻമോഹൻ സിംഗിന് അവസാനത്തെ യാത്ര നൽകുന്നു. ഒരു
സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ രാജ്യത്താദ്യം വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവ് അത് കഴിഞ്ഞ് ഭരണരംഗത്തേക്ക് വരുന്നു. അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ഭരണത്തിന്റെ ഭാഗമായി മാറുന്നു, ധനമന്ത്രിയാകുന്നു, പിന്നെ 2 തവണ തുടർച്ചയായി പ്രധാനമന്ത്രിയാകുന്നു. നെഹ്റുവിന് ശേഷം 2 തവണ തുടർച്ചയായി, അതായത് 5 വർഷത്തെ ഭരണം 5 വർഷം പൂർത്തിയാക്കി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയ നേതാവ് എന്ന ഖ്യാതി നേടിയ ആൾ. എന്തായാലും ആ 10 വർഷക്കാലം ഇന്ത്യയുടെ ചരിത്രത്തിൽ എഴുതപ്പെട്ട വർഷമാണ്. അഴിമതിയുടെ വലിയ കഥകൾ ചുറ്റിലും ചുറ്റി നടന്നപ്പോഴും അതൊന്നും മൻമോഹൻ സിംഗിനെതിരെ വന്നിരുന്നില്ല. മാന്യനായ അഴിമതിയുടെ കറ പുരളാത്ത നേതാവ് എന്ന് കാലം അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴും നിരവധി പേർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള 100 ആളുകളിൽ ഒരാളായി ഡോക്ടർ മൻമോഹൻ സിംഗിനെ തെരഞ്ഞെടുത്തിരുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത. ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തിത്വത്തിന്റെ പ്രഭാവം നമുക്ക് മനസ്സിലാവും. 2009 പൊതു തെരഞ്ഞെടുപ്പിലാണ് രണ്ടാമതും അധികാരത്തിലേക്ക് അദ്ദേഹം വരുന്നത്, UPA സർക്കാരിന്റെ ഭാഗമാകുന്നത്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം 5 വർഷം അധികാരം പൂർത്തിയാക്കിയ വീണ്ടും പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്ന ഒരാളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന പ്രത്യേകതയും അദ്ദേഹത്തിനുണ്ട്. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ സാമ്പത്തിക വിദഗ്ധനായാണ് മൻമോഹൻ സിംഗിനെ വിലയിരുത്തേണ്ടതെന്ന് തോന്നുന്നു. പഞ്ചാബ് സർവകലാശാല, കേംബ്രിഡ്ജ് സർവകലാശാല, ഓക്സ്ഫോർഡ് സർവകലാശാല എന്നിവിടങ്ങളിൽ പഠിച്ച ശേഷമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇത്രയേറെ അവഗാഹം നേടുന്നത്. അധ്യാപന രംഗത്തായിരുന്നു തുടക്കത്തിൽ.